തൃശൂർ ചാവക്കാട് മുതുവട്ടൂർ ആലുംപടിയിൽ സിനിമാ സംവിധായകന്റെ കാർ കത്തിച്ച നിലയിൽ. സംവിധായകൻ പൂക്കോട്ടിൽ വിജീഷ് മണിയുടെ കാറാണ് അജ്ഞാതർ കത്തിച്ചത്. വാഹനത്തിന് തീയിട്ട് രണ്ടുപേരും ഓടിപ്പോകുന്നതിന്റെ CCTV ദൃശ്യം പുറത്ത്. സംവിധായകൻ പൂക്കോട്ടിൽ വിജീഷ് മണിയുടെ കാറാണ് അജ്ഞാതർ കത്തിച്ചു എന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നത്. വാഹനത്തിന് തീയിട്ടതായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. അതിൽ രണ്ടുപേർ ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഒരു CCTV ദൃശ്യമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി അനീഷ ആന്റണി ചേരുന്നുണ്ട്. അനീഷ, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? ഈ വാഹനത്തിന് തീയിട്ട ഈ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇന്ന് പുലർച്ചെ 1:30 ഈ സംഭവം നടക്കുന്നത്. സംവിധായകനായിട്ടുള്ള പൂക്കോട്ടിൽ വിജീഷ് മണിയുടെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന മാരുതി ജിമിനി കാറാണ് ഇത്തരത്തിൽ അജ്ഞാതരായ രണ്ടുപേരെത്തി കത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. തീയിട്ട ശേഷം രണ്ടുപേരും ആ റോഡിലൂടെ ഓടിപ്പോകുന്നത് അത് സമീപത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 1:30 ഈ സംഭവം നടക്കുന്നത്. അയൽവാസികളാണ് ഈ കാറ് കത്തുന്ന തീയും പുകയും എല്ലാം കണ്ട് ഈ സംവിധായകന്റെ വീട്ടുകാരെയും സംവിധായകന്റെ വിവരം അറിയിച്ചതുടൻ അയൽവാസികൾ എല്ലാവരും ചേർന്ന് വെള്ളമൊഴിച്ചും മറ്റുമൊക്കെ തീ കെടുത്തിയെങ്കിലും കാറ് ഭാഗികമായി കത്തിയിട്ടുണ്ട്. കാറിന്റെ മുൻവശത്ത് ചില്ല് തകർത്ത ശേഷം പെട്രോളും മറ്റ് തീ പിടിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ദ്രാവകങ്ങൾ ഉപയോഗിച്ച് തീ കൊടുത്തതാകാമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. എന്തായാലും വാഹനത്തിന്റെ മുന്നിലെ ചില്ലുകൾ തകർത്തിട്ടുണ്ട്. മാത്രമല്ല സീറ്റ് ഉൾപ്പെടെ സ്റ്റിയറിംഗ് ഉൾപ്പെടെ മുൻഭാഗത്തെ എല്ലാ ഭാഗങ്ങളും കത്തി നശിച്ച നിലയിലാണ്. എന്തായാലും ചാവക്കാട് പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് എത്തി വിശദമായി പരിശോധിച്ചു. ആ CCTV നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന CCTV ഉൾപ്പെടെ പ്രദേശത്തെ മറ്റ് CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ആരാണ് ഇത് കത്തിച്ചത്, എന്തിനാണ് കത്തിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യക്ഷത്തിൽ നിലവിൽ അങ്ങനെ ഒരു ശത്രുത ആരോടും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് സംവിധായകന്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിയുന്നത്. കാരണം ഇങ്ങനെ കാറ് കത്തിക്കേണ്ട വൈരാഗ്യമുള്ള ആരും ഇല്ല എന്നുള്ള തരത്തിലാണ് സംവിധായകന്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രതികളെ പിടികൂടും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് സംവിധായകനും കുടുംബവും ഒക്കെ ഉള്ളത്. കാർക്കും ശരി, വ്യക്തമാണ്. തൃശൂർ ചാവക്കാടാണ് ഇത്തരത്തിൽ സംവിധായകന്റെ കാർ കത്തിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംവിധായകൻ പൂക്കോട്ടിൽ വിജീഷ് മണിയുടെ കാറാണ് അജ്ഞാതർ കത്തിച്ചിട്ടുള്ളത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് അനീഷ ആന്റണിയാണ്. പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണനെതിരെ പയ്യന്നൂർ മുൻ MLA TI മധുസൂദനൻ ഹൈക്കോടതിയിൽ. പയ്യന്നൂരിലെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സംഭവത്തിൽ വി കുഞ്ഞികൃഷ്ണന് ഹൈക്കോടതി നോട്ടീസ് നൽകി. വ്യാജ പ്രചാരണം നടത്തിയാണ് തന്നെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതെന്നും TI മധുസൂദനൻ ഹൈക്കോടതിയെ അറിയിച്ചു. വി കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി ഫണ്ട് കള്ളൻ എന്ന തരത്തിൽ തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയെന്നാണ് മധുസൂദനന്റെ ആരോപണം. എന്നാൽ ആരോപണത്തിന് രേഖകളോ തെളിവോ ഇല്ലെന്നും മധുസൂദനൻ പറഞ്ഞു. പ്രചാരണത്തിലെ പ്രസംഗങ്ങളിൽ കളങ്കിതനാണ് താൻ എന്ന് വരുത്തി തീർത്തുവെന്നും വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രചാരണമെന്നും ഹർജിയിൽ പറയുന്നു. അതേസമയം മധുസൂദന്റെ ഹർജിയിൽ അപാകതകളുണ്ടെന്നും കണ്ടെത്തൽ. ഹർജി നിലനിൽക്കുമോ എന്ന് ആദ്യം കോടതി പരിശോധിക്കും.